പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. യേശുവിൽ ഏറ്റവും സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ, യോഹന്നാൻ്റെ സുവിശേഷ വചന പഠനത്തിലാണ് നാം ഇപ്പോൾ നമ്മുടെ വചന പഠനം നടത്തിക്കൊണ്ടിരിക്കുന്നത്. കർത്താവായ ദൈവത്തിന് ഒരുപാട് നന്ദി പറയാനും ദൈവത്തെ മഹത്വപ്പെടുത്താനും ദൈവം നമ്മുടെ മുമ്പിൽ നൽകുന്ന ഈ അവസരങ്ങളെ നമുക്ക് പ്രത്യേകമായിട്ട് അനുസ്മരിക്കാം. കർത്താവിൻ്റെ കരുണയിൽ ആശ്രയിക്കാം. അനന്തമായ അവിടുത്തെ സ്നേഹം നാം ഓരോരുത്തരുടെ മേലും വന്ന് നിറയപ്പെടുന്നതിന് ദൈവം നമ്മോട് കാണിക്കുന്ന ഈ കരുണയ്ക്ക് നന്ദി പറയുകയും ചെയ്യാം. ദൈവത്തിൻ്റെ വചനം ദൈവം തന്നെയാണ്. ദൈവം തന്നെയായ ദൈവത്തിൻ്റെ വചനം നമ്മോട് നേരിട്ട് സംസാരിക്കുകയാണ് നാം ബൈബിൾ വായിക്കുമ്പോൾ. വചന വായന ഒരു സാധാരണ പുസ്തക വായന പോലെ അത്ര ലളിതമല്ല. വചനം നാം വായിക്കുമ്പോൾ വചനം നമ്മെ വായിക്കുകയാണ്. നാം വചന പഠനത്തിലേർപ്പെടുമ്പോൾ നാം പഠിക്കുന്നത് യഥാർത്ഥത്തിൽ നമ്മെക്കുറിച്ച് തന്നെയാണ്. മനുഷ്യനെ ഇത്ര ആഴമായി അപഗ്രഥിച്ചിട്ടുള്ള മറ്റൊരു ഗ്രന്ഥം ഭൂമിയിൽ മാനവരാശിക്ക് നൽകപ്പെട്ടിട്ടില്ല. നിത്യമായ ദൈവത്തിൻ്റെ വചനം നാം ഓരോരുത്തരുടെയും ജീവിതത്തെ എങ്ങനെ കാണുന്നു എന്നത് വചന പഠനത്തിലൂടെ നമുക്ക് വെളിപ്പെട്ട് വരികയാണ്. അതുകൊണ്ടാണ് യാക്കോബ് ശ്ലീഹ പറയുന്നത്, വചനം കണ്ണാടിയാണ്. ഒരുവൻ ഈ കണ്ണാടിയുടെ മുമ്പിൽ നിൽക്കുമ്പോൾ താൻ എങ്ങനെയാണ് ആയിരിക്കുന്നത് എന്ന് കാണുന്നു. അപ്പോൾ ഈ കണ്ണാടിയാകുന്ന വചനം നമ്മുടെ ജീവിതത്തിൻ്റെ നിർണായകമായ പല അവസ്ഥകളെയും, മാരകമായ അവസ്ഥകളെയും, നമ്മുടെ ജീവിതത്തിൽ നാം പലപ്പോഴും ശ്രദ്ധിക്കാതെ പോകുന്ന അവസ്ഥകളെയും കണ്ടെത്താൻ സഹായിക്കുന്ന ആ നിത്യമായ സനാതനമായ ദൈവവചന പഠന ശുശ്രൂഷയിലേക്ക് നിങ്ങളെല്ലാവരെയും ഞാൻ ഏറ്റവും സ്നേഹത്തോടെ യേശുവിൻ്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. പരിശുദ്ധ കന്യകാമാതാവിൻ്റെ മധ്യസ്ഥ അപേക്ഷിച്ചുകൊണ്ട് ഇന്നത്തെ ശുശ്രൂഷ നാം ആരംഭിക്കുകയാണ്. കൃപ നിറഞ്ഞ മറിയമേ, നിനക്ക് സമാധാനം. നമ്മുടെ കർത്താവ് നിന്നോടുകൂടെ സ്ത്രീകളിൽ നീ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. നിന്റെ ഉദരഫലമായ നമ്മുടെ കർത്താവ് ഈശോ മിശിഹാ വാഴ്ത്തപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു വരണമേ. ആമേൻ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. കർത്താവിൽ ഏറ്റവും സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ, യോഹന്നാൻ്റെ സുവിശേഷത്തിൻ്റെ 5-ാമത്തെ അധ്യായത്തിൽ തളർവാദ രോഗിയെ സുഖപ്പെടുത്തുന്ന സംഭവമാണ് നാം ചിന്തിച്ചുകൊണ്ടിരുന്നത്. അതിൻ്റെ 7-ാമത്തെ വാക്യമാണ് ഞാൻ പറഞ്ഞ് അവസാനിപ്പിച്ചത്. അവൻ പറഞ്ഞു, കർത്താവേ, വെള്ളമിളകുമ്പോൾ എന്നെ കുളത്തിലേക്ക് ഇറക്കാൻ ആരുമില്ല. ഞാൻ എത്തുമ്പോഴേക്കും മറ്റൊരുവൻ വെള്ളത്തിൽ ഇറങ്ങിക്കഴിഞ്ഞിരിക്കും. അവൻ പറഞ്ഞു, കർത്താവേ, വെള്ളമിളകുമ്പോൾ എന്നെ കുളത്തിലേക്ക് ഇറക്കാൻ ആരുമില്ല. ഞാൻ എത്തുമ്പോഴേക്കും മറ്റൊരുവൻ വെള്ളത്തിൽ ഇറങ്ങിക്കഴിഞ്ഞിരിക്കും. 2 തലങ്ങളിൽ ഇതിൻ്റെ അർത്ഥം നാം കാണേണ്ടതുണ്ട്. ഒന്ന്, ഇത് നിയമത്തിൻ്റെ അപര്യാപ്തതയെ സൂചിപ്പിക്കുന്നു. ഇത് ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ വിശദീകരിച്ചിരുന്നു. നിയമത്തിന് നമ്മുടെ ബലഹീനത ചൂണ്ടിക്കാണിക്കാൻ കഴിയും. എന്നാൽ ആ ബലഹീനതയെ അതിജീവിക്കാൻ നമ്മെ സഹായിക്കുന്ന കൃപയിലേക്ക്, ആ ശക്തിയിലേക്ക് നമ്മൾ നയിക്കപ്പെടുന്നില്ല. എന്നാൽ കൃപയാണ് നമ്മെ ബലഹീനതകളെ അതിജീവിക്കാൻ സഹായിക്കുന്നത്. കർത്താവ് പറയുന്നുണ്ട്, നാം ഇനിമേൽ പാപം നമ്മുടെ മേൽ ഭരണം നടത്തുകയില്ല. കാരണം എന്തെന്നാൽ നാം നിയമത്തിൻ്റെ കീഴിലല്ല, കൃപയ്ക്ക് കീഴിലാണ്. റോമാലേഖനത്തിൻ്റെ 6-ാം അധ്യായത്തിൽ പരിശുദ്ധാത്മാവ് പറയുന്നുണ്ട്, പാപം ഇനിമേൽ നിങ്ങളുടെ മേൽ ഭരണം നടത്തുകയില്ല. എന്തെന്നാൽ നിങ്ങൾ നിയമത്തിന് കീഴിലല്ല, കൃപയ്ക്ക് കീഴിലാണ്. നമ്മൾ ഈ യോഹന്നാൻ്റെ സുവിശേഷത്തിൻ്റെ ആരംഭത്തിൽ പരാമർശിച്ചൊരു വചനം കൂടി ഓർമ്മയിൽ കൊണ്ടുവരണം. നിയമം മോശ വഴി നൽകപ്പെട്ടു, കൃപയും സത്യവുമാകട്ടെ യേശുക്രിസ്തു വഴി ഉണ്ടായി. അപ്പോൾ നിയമത്തിൻ്റെ അപര്യാപ്തതയെ ഈ വചനം സൂചിപ്പിക്കുന്നു. നിയമത്തിന് അല്ലെങ്കിൽ മതങ്ങൾക്ക്, ഞാൻ കുറേ കൂടി ആഴത്തിൽ ചിന്തിക്കാൻ നിങ്ങളെ ക്ഷണിക്കുകയാണ്. നിയമത്തിന് അല്ലെങ്കിൽ മതങ്ങൾക്ക് മനുഷ്യനെ അവൻ്റെ പോരായ്മകൾ ചൂണ്ടിക്കാണിക്കാൻ സഹായിക്കാൻ കഴിയും. എന്നാൽ യേശുക്രിസ്തു എന്ന ദൈവപുത്രന് മാത്രമേ ഒരു മനുഷ്യനെ
ഈ പോരായ്മയിൽ നിന്ന് രക്ഷിക്കാൻ കഴിയുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് ബൈബിളിൽ പുതിയ നിയമത്തിൽ ആദ്യമായി നൽകപ്പെടുന്ന വാഗ്ദാനം ഏതാണ്? നമ്മൾ കാണുന്നുണ്ട്. അതായത് ആഗമന വേദപുസ്തകം മുഴുവൻ പരിശോധിച്ചാൽ ബൈബിളിൽ ഏകദേശം 8500-ലധികം വാഗ്ദാനങ്ങളുണ്ട്. അപ്പോൾ ഏതാണ്ട് 8500-ലധികം വാഗ്ദാനങ്ങൾ അടയിരിക്കുന്ന, നിറഞ്ഞ് മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളെയും സഹായിക്കാൻ കഴിയുന്ന വിധത്തിൽ ഈ വാഗ്ദാനങ്ങൾ നിറഞ്ഞിരിക്കുന്ന ഈ വേദപുസ്തകത്തിലെ പുതിയ നിയമത്തിലെ ആദ്യത്തെ വാഗ്ദാനം ഏതാണ്? അത് മത്തായിയുടെ സുവിശേഷം 1-ാം അധ്യായം 21-ാം തിരുവചനമാണ്. നീ അവന് യേശു എന്ന് പേരിടണം, എന്തെന്നാൽ അവൻ തൻ്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്നും മോചിപ്പിക്കും. അവൻ തൻ്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്നും മോചിപ്പിക്കും. അപ്പോൾ നിയമത്തിന് കഴിയാത്തത് യേശുക്രിസ്തുവിലൂടെ വെളിപ്പെട്ട കൃപയ്ക്ക് കഴിയുകയാണ്. കൃപ മനുഷ്യനെ പാപത്തിൽ നിന്ന് മോചിപ്പിക്കുകയാണ്. ഇതിന് ഉദാഹരണങ്ങൾ ആവശ്യമില്ല. അതായത് മനുഷ്യൻ്റെ സ്വാഭാവിക ശക്തി കൊണ്ട് മനുഷ്യൻ എടുത്തു മാറ്റാൻ കഴിയാത്ത എത്രയോ ദുശീലങ്ങൾ, അടിമത്തങ്ങൾ, പാപബന്ധനങ്ങൾ ഒരു കാലത്ത് മനുഷ്യനെ അടിമത്വത്തിൻ്റെ ചങ്ങലകളിട്ട് പൂട്ടിയിട്ടിരുന്ന ആ നിസ്സഹായ അവസ്ഥകളിലേക്ക് കൃപയുടെ മഴ പെയ്തിറങ്ങിയപ്പോൾ മനുഷ്യൻ സ്വതന്ത്രനായതിൻ്റെ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് സാക്ഷ്യങ്ങൾ ലോകം മുഴുവനുമുള്ള ക്രിസ്തീയ വിശ്വാസം അവലംബിക്കുന്ന മനുഷ്യരുടെ ജീവചരിത്രത്തിൻ്റെ പിന്നാമ്പുറങ്ങളിലുണ്ട്. നാം മനസ്സിലാക്കേണ്ടത് ഇത് യേശുവിന് മാത്രമേ കഴിയൂ. അതുകൊണ്ട് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ഏതെങ്കിലും ഒരു മകനോ മകളോ ഈ നിമിഷം തങ്ങളുടെ ഏതെങ്കിലും ബലഹീനത അവരെ ഭാരപ്പെടുത്തുന്നുണ്ടെങ്കിൽ, ഒരു സുവിശേഷകൻ എന്ന നിലയിൽ നിങ്ങളോട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു, മനുഷ്യൻ്റെ ഏത് ബലഹീനതയെയും എടുത്തു മാറ്റാൻ സഹായിക്കുന്ന കൃപയാണ് യേശുക്രിസ്തുവിലൂടെ വെളിപ്പെട്ടത്. എത്രയോ ആളുകൾ, പ്രത്യേകിച്ച് ഈ ഫ്രം പോൺ ടു പ്യൂരിറ്റി എന്ന തലക്കെട്ടിലുള്ള ചില പുസ്തകങ്ങളുണ്ട്. ഫ്രം പോൺ ടു പ്യൂരിറ്റി. ആ പുസ്തകങ്ങൾ വിവരിക്കുന്നത് ഒരു കാലത്ത് അശ്ലീല സിനിമകളുടെ അഭിനേതാക്കളായിരുന്ന് നിരന്തരമായി ജഡിക പാപത്തിൻ്റെ അടിത്തട്ടിൽ മുങ്ങിക്കിടന്നിരുന്ന മനുഷ്യരെ സുവിശേഷം എങ്ങനെയാണ് പരിശുദ്ധിയിലേക്ക് നയിച്ചത്. ലോകമെമ്പാടുമുള്ള പോൺ ഇൻഡസ്ട്രിയിൽ നിന്ന്, പോൺ മൂവി ഇൻഡസ്ട്രിയിൽ നിന്ന്, അശ്ലീല സിനിമകളുടെ നിർമ്മാണത്തിൽ നിന്ന് യേശുക്രിസ്തുവിൻ്റെ സനാതനമായ ദൈവവചനം അപരിമേയമായ ഒരു ശക്തി പകർന്നു കൊടുത്തപ്പോൾ മോചിതരായി, സ്വതന്ത്രരായി, കർത്താവായ യേശുവിൻ്റെ സഹായത്തോടെ പുറത്തു വന്ന് പരിശുദ്ധിയിലേക്ക് വന്ന അനേകരുടെ ജീവിക്കുന്ന വാങ്മയ ചിത്രങ്ങൾ, ജീവനുള്ള ചിത്രങ്ങൾ ആ പുസ്തകത്തിലുണ്ട്. അപ്പോൾ ഇത് കൃപയാണ്. അപ്പോൾ അതുകൊണ്ട് ഈ 38 വർഷമായി തളർന്നു കിടന്നവൻ പറയുന്ന ഈ കുളത്തിലിറക്കാൻ ആരുമില്ല എന്ന് പറയുന്ന അവൻ്റെ ഹെൽപ്ലെസ്നെസ്, നിസ്സഹായത, പഴയ നിയമത്തിൻ്റെ നിസ്സഹായതയാണ്. നൂറ്റാണ്ടുകളായി മിശിഹ വരുന്നത് കാത്തുകിടന്ന മനുഷ്യൻ മിശിഹ വരുന്നത് വരെ അനുഭവിച്ചിരുന്ന ഒരു നിസ്സഹായതയാണ് ഈ എന്നെ കുളത്തിലിറക്കാൻ ആരുമില്ല എന്ന പരിദേവനം. അപ്പോൾ അതുകൊണ്ട് അത് ഈശോയോട് അവൻ പറയുകയാണ്, ഞാൻ വരുമ്പോഴേക്കും മറ്റൊരുവൻ വെള്ളത്തിൽ ഇറങ്ങിക്കഴിയും. ഇനി ഞാൻ പറഞ്ഞു, ഇതിന് 2 തലത്തിലാണ് അർത്ഥം. ഒന്നാമത്തേത് അതാണ്. രണ്ടാമത്തേത് ഇത് ഈ മനുഷ്യൻ്റെ തന്നെ ഒരു നിസ്സഹായതയാണ്. അവൻ ഇപ്പോൾ അനുഭവിക്കുന്ന ഏറ്റവും മാരകമായി ഈ മനുഷ്യൻ്റെ മനസ്സിനെയും ജീവിതത്തെയും ഓർമ്മകളെയും വേട്ടയാടുന്ന ആഴത്തിലുള്ള ഒരു മുറിവാണ് എനിക്ക് ആരുമില്ല എന്നുള്ളത്. നിങ്ങൾ ആ മനുഷ്യനെ ഒന്ന് കുറേ കൂടി ക്യാമറ ഫോക്കസ് ചെയ്ത് ആ മനുഷ്യനിലേക്ക് നിങ്ങളുടെ കണ്ണുകൾ ഒരിക്കൽ കൂടി ഒന്ന് ചൂഴ്ന്നിറങ്ങിയാൽ അയാളുടെ അടുത്ത് അയാൾക്കൊരു ബൈസ്റ്റാൻഡർ ഇല്ല, അയാളുടെ ഭാര്യയില്ല, മക്കളില്ല, ബന്ധുജനങ്ങൾ ആരുമില്ല. ഇവിടെ ഈ മനുഷ്യന് യഥാർത്ഥത്തിലുള്ളത് ഈ കൂടെ കിടക്കുന്ന രോഗികൾ മാത്രമാണ്. പക്ഷെ ഓർക്കണം, അതിലെ ഓരോ രോഗിയും സ്വാർത്ഥരാണ്. അവർക്ക് തങ്ങളുടെ സൗഖ്യമാണ് വലുത്. അവിടെ ജലം ഇളകുമ്പോൾ, ദൈവദൂതൻ വന്ന് ജലം ഇളക്കുമ്പോൾ ഓരോരുത്തരും ചിന്തിക്കുന്നത് തനിക്ക് ആദ്യം വെള്ളത്തിൽ ഇറങ്ങണമെന്നാണ്.
അപ്പോൾ ഓരോരുത്തൻ്റെയും സൗഖ്യവും അതിജീവനവും മാത്രം ലക്ഷ്യം വെച്ച് സ്വാർത്ഥതയോടെ കഴിയുന്ന കുറേ അധികം രോഗികൾ അയാളുടെ ചുറ്റിനുമുണ്ടെങ്കിലും അക്ഷരാർത്ഥത്തിൽ ഉറ്റവരോ ഉടയവരോ ബന്ധുക്കളോ സുഹൃത്തുക്കളോ ആരുമില്ലാതെ ഒറ്റപ്പെട്ട് കഴിയുന്ന ഒരു മനുഷ്യൻ്റെ നിസ്സഹായ ചിത്രമാണ് ഇവിടെ ഈ മനുഷ്യൻ്റെ വാക്കുകളിലൂടെ ഈതൾ വിരിഞ്ഞ് അവതരിപ്പിക്കപ്പെടുന്നത്. ഇവിടെ യേശു ഈ മനുഷ്യൻ്റെ ജീവിതത്തിലേക്ക് അവൻ വിളിക്കാതെ വരികയാണ് എന്ന് നിങ്ങൾ ഓർക്കണം. ഇവൻ വിളിച്ചിട്ടല്ല യേശു വരുന്നത്. എന്നെ സഹായിക്കാമോ എന്ന് ഇവൻ ചോദിച്ചിട്ടില്ല. 38 വർഷമായി ഇവൻ അവിടെ രോഗിയായി കിടക്കുകയായിരുന്നു എന്ന് മനസ്സിലാക്കിയ യേശുവാണ് അവനോട് ചോദിക്കുന്നത്, സുഖപ്പെടാൻ നിനക്ക് ആഗ്രഹമുണ്ടോ? അതുകൊണ്ട് ഈ ലോകത്തിലെ ആരുമില്ല എന്ന അന്യതാബോധത്തിൽ, ഓർഫൻഹുഡിൽ, റിജക്ഷനിൽ, അബാൻഡൻമെൻറ്റിൽ ജീവിക്കുന്ന ആരെങ്കിലും കർത്താവിൻ്റെ സുവിശേഷം കേൾക്കുന്നുണ്ടെങ്കിൽ, പ്രിയപ്പെട്ട സഹോദര സഹോദരി, നിനക്ക് ഈ ലോകത്തിലെ ഒരു മനുഷ്യനും ഉപകാരപ്പെടുന്നില്ലെങ്കിലും നിന്നെ സഹായിക്കാൻ ഇന്നും ജീവനോടെ നമുക്കിടയിൽ വ്യാപരിക്കുന്ന യേശുവിന് സാധിക്കും എന്ന് ഈ വാക്കുകൾ നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. അവൻ്റെ അരികിലേക്ക് നടന്നു വരുന്ന യേശു ആരുമില്ലാത്ത ഓരോ മനുഷ്യൻ്റെയും ജീവിതത്തിൽ ഓരോ ദിവസവും ഓരോ നിമിഷവും നടന്നു വരുന്നുണ്ട്. നമ്മൾ പുറം കാഴ്ചകളിലേക്കും പ്രതീക്ഷയോടെ നാം ഉറ്റുനോക്കിക്കൊണ്ടിരുന്ന മനുഷ്യരുടെ ജനവാതിലുകളിലേക്കും നാം ശ്രദ്ധ കേന്ദ്രീകരിച്ചിരുന്നത് കൊണ്ട് നമ്മുടെ ജീവിതത്തിൻ്റെ തൊട്ടടുത്ത് നമുക്കിടയിൽ നാം അറിയാത്ത ഒരുവൻ നിൽക്കുന്നുണ്ട് എന്ന് യോഹന്നാൻ 1-ാം അധ്യായത്തിൽ പറയുന്നത് പോലെ നമ്മുടെ ജീവിതത്തിൻ്റെ ആ സങ്കട സാഹചര്യങ്ങളുടെ തൊട്ടടുത്ത് നിൽക്കുന്ന യേശുവിനെ നാം കാണാതെ പോകുന്നതേ ഉള്ളൂ. അതുകൊണ്ട് ഈ നിസ്സഹായതയിൽ അതിൽ നീറി ഉമിത്തിയിലെന്നവണ്ണം നീറിയൊടുങ്ങുന്ന ഈ മനുഷ്യൻ്റെ ആ ഏകാന്തതാബോധത്തിലേക്കും അന്യതാബോധത്തിലേക്കും അവൻ്റെ ആ മാറ്റി നിർത്തപ്പെട്ട ജീവിതത്തിൻ്റെ തിരസ്കാരങ്ങളിലേക്കും യേശു വന്നിട്ട് അവനോട് ചോദിക്കുകയാണ്, സുഖപ്പെടാൻ നിനക്ക് ആഗ്രഹം? ഈ ഒരു ഓഫർ ലോകത്തിലെ ഒരു മതത്തിലും ഇല്ല. ഒരു ലോകത്തിലെ മനുഷ്യന് അന്വേഷിച്ച് കണ്ടെത്തിയ ആത്മീയ പരിസരങ്ങളിൽ ഒരിടത്ത് പോലും ഇങ്ങനെ ഒരു ദൈവമില്ല. മനുഷ്യൻ്റെ ഏകാന്ത ദുഃഖങ്ങളുടെ ഏകാന്ത തീരങ്ങളിൽ മനുഷ്യനെ രാത്രി മയങ്ങുമ്പോൾ, എല്ലാവരും കൂടണയുമ്പോൾ, എല്ലാ വിളക്കുകളും അണഞ്ഞു കഴിയുമ്പോൾ, രാപ്പാടികൾ പോലും മയങ്ങുമ്പോൾ, എല്ലാ മൃഗങ്ങളും മാളത്തിലേക്ക് ഇഴഞ്ഞോ നടന്നോ മറയുമ്പോൾ, മനുഷ്യനിങ്ങനെ ഒറ്റയ്ക്കൊരു ജീവിതത്തിൻ്റെ സാഗരക്കരയിൽ തനിച്ചിരിക്കുമ്പോൾ ആ തിബേരിയൂസിൻ്റെ തീരത്തേക്ക് അവരെ അന്വേഷിച്ച് നടന്നു വരുന്ന ഒരു ദൈവം ഒരു ലോകമതത്തിനും ഇന്ന് വരെ കാണിച്ചു തരാൻ പറ്റിയിട്ടില്ലാത്ത ഒരു ദൈവസങ്കല്പമാണ്. അതുകൊണ്ട് തകർന്നു പോയ മനുഷ്യന് വേണ്ടി ഈ ലോകത്തിൽ അവതരിപ്പിക്കപ്പെടുന്നതാണ് സുവിശേഷം. ആരുമില്ലാത്തവനും ആരും സഹായിക്കാനില്ലാത്തവനും വേണ്ടി ഈ ലോകത്തിലേക്ക് വന്നവനാണ് യേശു ക്രിസ്തു. അതുകൊണ്ട് യേശുവിൻ്റെ അവതാരത്തിൻ്റെ ലക്ഷ്യം, മനുഷ്യാവതാരത്തിൻ്റെ ലക്ഷ്യം ഏതെങ്കിലും ഒരു തിന്മയെ അല്ലെങ്കിൽ ഒരു തിന്മയുടെ മൂർത്തിയെ നിഗ്രഹിച്ച് മടങ്ങിപ്പോവുകയല്ല. യേശുവിൻ്റെ അവതാരത്തിൻ്റെ ലക്ഷ്യം യുഗാന്തം വരെ നമ്മുടെ കൂടെ ഉണ്ടായിരിക്കുക എന്നുള്ളതാണ്. ദൈവം മനുഷ്യനായി അവതരിച്ചത് മനുഷ്യൻ്റെ കൂടെ നടക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ ഇനി ഒരു സുവിശേഷത്തിൻ്റെ വെളിച്ചം ഹൃദയത്തിൽ കൊളുത്തപ്പെടുന്ന വ്യക്തിക്ക് ഏകാന്തതകളില്ല, ഒറ്റപ്പെടലുകളില്ല, മനസ്സിലാക്കപ്പെടാതെ പോകുന്ന സാഹചര്യമില്ല. ഞാൻ ഒരു ഉന്മാദിയെപ്പോലെ ഏതോ ഒരു തെരുവിൽ നിന്ന് അലറി വിളിക്കുന്ന പൗലോസിനെ സ്വപ്നം കാണാറുണ്ട്. അയാൾ എന്താണ് പറയുന്നത്? അയാൾ പറഞ്ഞത് ഇങ്ങനെയാണ്, കർത്താവ് എൻ്റെ പക്ഷത്തെങ്കിൽ ആരെനിക്കെതിരെ നിൽക്കും? സ്വന്തം പുത്രനെ പോലും ഒഴിവാക്കാതെ നമുക്കെല്ലാവർക്കും വേണ്ടി അവനെ ഏൽപ്പിച്ച് തന്നവൻ അവനോടുകൂടെ സമസ്തവും നമുക്ക് ദാനമായി നൽകാതിരിക്കുമോ? ദൈവം തിരഞ്ഞെടുത്തവരുടെ മേൽ ആര് കുറ്റം ആരോപിക്കും? നീതീകരിക്കുന്നവൻ ദൈവമാണ്. ആരാണ് ശിക്ഷാവിധി നടത്തുക? മരിച്ചവനെങ്കിലും ഉയർത്തെഴുന്നേറ്റവനും പിതാവിൻ്റെ വലതുഭാഗത്തിരുന്ന് നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുന്നവനുമായ യേശു ക്രിസ്തു തന്നെ. ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് ആര് നമ്മെ വേർപെടുത്തും? എന്നിട്ട് അദ്ദേഹം അലറി കരഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയുന്നു, ക്ലേശമോ ദുരിതമോ പീഡനമോ നഗ്നതയോ പട്ടിണിയോ ആപത്തോ വാളോ. ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് നമ്മെ വേർപിരിക്കാൻ കഴിയാത്ത
ജീവിതത്തിൻ്റെ എല്ലാ ദുരിതങ്ങളെയും അദ്ദേഹം എണ്ണി പറയുകയാണ്. ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, ഉദ്ദേശിക്കുന്നത്, നിങ്ങൾ ഒറ്റപ്പെടാൻ പാടില്ല. നിങ്ങൾ ഒറ്റപ്പെട്ടു എന്ന് പറയാൻ പാടില്ല. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ആരുമില്ല എന്ന് പറയാൻ പാടില്ല. അങ്ങനെ പറയുന്നത് യാഥാർത്ഥ്യത്തിന് നേരെയുള്ള കണ്ണടയ്ക്കലാണ്. നിങ്ങൾക്ക് യേശുവുണ്ട്. നിങ്ങൾക്ക് ആ യേശുവിനെ കാണാൻ ഒരുപക്ഷെ ഒരു പള്ളിയുടെ അകത്തോ ഒരു ആരാധനാലയത്തിൻ്റെ അകത്തോ പോലും പോകണമെന്നില്ല. നിങ്ങളായിരിക്കുന്ന ആ ഏകാന്തതയുടെ തടവ് മുറികൾക്കകത്ത് നിങ്ങൾ ചങ്ങലയിട്ട് പടയാളികൾക്ക് മധ്യേ കിടത്തപ്പെടുന്ന ആ ഏറ്റവും രൂക്ഷമായ അടിമത്വത്തിൻ്റെ നടുവിൽ നിങ്ങളെല്ലാവരും ഉപേക്ഷിച്ച് ഒറ്റപ്പെടുത്തി നടന്നു മറയുമ്പോൾ നിങ്ങൾ അനുഭവിക്കുന്ന ആ ശൂന്യമായ ഏകാന്തതയ്ക്ക് മുമ്പിൽ നിങ്ങളെ തേടി വരാൻ ഒരു രക്ഷകനായ യേശു ഉണ്ട് എന്നതാണ് ഞങ്ങൾക്ക് ലോകത്തോട് വിളിച്ചു പറയാനുള്ള ഞങ്ങളറിഞ്ഞ ഏറ്റവും വലിയ സത്യം. അതിൻ്റെ കാരണം എന്താണ്? ഞങ്ങൾ ആരാധിക്കുകയും വിശ്വസിക്കുകയും ചെയ്യുന്ന യേശു മരിക്കുക മാത്രമല്ല, ഉയർത്തെഴുന്നേറ്റ് ഇന്നും ജീവിക്കുന്ന ദൈവമാണ്. ആ ദൈവം മാനവകുലത്തിലെ എല്ലാ മനുഷ്യരുടെയും, ഈ 700 കോടി മനുഷ്യരുടെയും ജീവിതത്തിലേക്ക് അവരറിയുന്നില്ലെങ്കിലും നടന്നു വരുന്നുണ്ട്. അതുകൊണ്ട് ഇനിയും നിങ്ങൾ നിങ്ങളുടെ ജീവിതം യേശുവിനെ സമർപ്പിച്ചിട്ടില്ലെങ്കിൽ, നിങ്ങൾക്ക് ഇനിയും യേശുവിന് ജീവിതം കൊടുക്കാൻ സാധിച്ചിട്ടില്ലെങ്കിൽ, നിങ്ങൾ ഇനിയും യേശുവിനെ സ്നേഹത്തോടെ വിളിച്ചിട്ടില്ലെങ്കിൽ, ഒരുപക്ഷെ മാമോദീസ സ്വീകരിച്ച ഒരാളാണ് എന്നെ കേൾക്കുന്നതെങ്കിൽ, നിങ്ങൾ ഇനിയും യേശുവിനോട് അഗാധമായ ഒരാത്മബന്ധം നിങ്ങൾക്കില്ലെങ്കിൽ, സ്നേഹത്തിൻ്റെ ഒരു കാണാച്ചരട് കൊണ്ട് നിങ്ങളും യേശുവും തമ്മിൽ കൂട്ടിക്കെട്ടപ്പെട്ടിട്ടില്ലെങ്കിൽ, ഈ വചനം നിങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങളോട് ഞാൻ ഒരു സുവിശേഷകൻ എന്ന നിലയിൽ ഏറ്റവും സ്നേഹത്തോടെ ആഹ്വാനം ചെയ്യുന്നു. ഇന്ന് ഈ വചന ശുശ്രൂഷ കഴിയുമ്പോൾ നിങ്ങൾ യേശുവിന് നിങ്ങളുടെ ജീവിതം കൊടുക്കുക. യേശുവിനെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന യേശുവിനെ നിങ്ങൾ കാണുക. യേശു നടന്നു വരുന്നത് നിങ്ങൾ കാണുക. യേശുവേ, ഇതാ എൻ്റെ ജീവിതം, എൻ്റെ വീട്, എൻ്റെ മുറി, എൻ്റെ ഹൃദയം എല്ലാം ഞാൻ നിനക്ക് വേണ്ടി തുറക്കുകയാണെന്ന് പറയുക. യേശുവിനെ ആരാധിക്കുക, അവനോട് പ്രാർത്ഥിക്കുക, അവനോട് നിങ്ങളുടെ സങ്കടങ്ങൾ പറയുക. ഇതാണ് സുവിശേഷത്തിലെ ഏറ്റവും മനോഹരമായ തലങ്ങളിലൊന്ന്. അപ്പോൾ ആ ഒരു കാര്യമാണ്. സാമാന്യം ദീർഘമാവുന്നുണ്ട് ഈ വിശദീകരണമെങ്കിലും ഞാൻ അത് പറയാൻ ആഗ്രഹിക്കുന്നതിൻ്റെ കാരണം ഈ മർമ്മം നിങ്ങൾ മിസ് ചെയ്യരുത്. അപ്പോൾ അവൻ പറയുകയാണ്, എനിക്ക് ആരുമില്ല. ഞാൻ കുളത്തിൽ ഇറങ്ങുമ്പോഴേക്കും മറ്റൊരുവൻ കുളത്തിൽ ഇറങ്ങിക്കഴിഞ്ഞിരിക്കും, എനിക്ക് ആരുമില്ല. അപ്പം യേശു ഇനി കൂടുതൽ സംഭാഷണങ്ങളൊന്നുമില്ലാതെ 8-ാമത്തെ വാക്യം യേശു അവനോട് പറഞ്ഞു, എഴുന്നേറ്റ് കിടക്കയെടുത്ത് നടക്കുക. നോക്കൂ, സുവിശേഷം എത്ര വേഗത്തിലാണ് മനുഷ്യൻ്റെ ജീവിതത്തിൽ ഇടപെടുന്നത്. മാസങ്ങളോ വർഷങ്ങളോ നീണ്ട കാത്തിരിപ്പുകൾക്ക് അവനെ യേശു ക്ഷണിക്കുന്നില്ല. ഒരുപക്ഷെ 38 വർഷം തളർന്നു കിടന്ന ഇവൻ്റെ ജീവിതത്തിൽ ഇനി കാത്തിരിക്കാൻ ആവാത്ത വിധം നിരാശ ബാധിച്ച അവൻ്റെ ഹൃദയത്തോട് യേശു പ്രതീക്ഷയുടെ ആ വചനം ഉച്ചരിക്കുന്നു, എഴുന്നേൽക്കുക, നിന്റെ കിടക്കയെടുത്ത് നടക്കുക. ഇവിടെ കർത്താവ് യേശു മിശിഹ അവനോട് 3 കാര്യങ്ങൾ ആവശ്യപ്പെടുന്നു. ഒന്നാമത്തേത് പറയുകയാണ്, ജീസസ് ഈസ് ഗിവിങ് ഹിം 3 കമാൻഡ്മെൻറ്റ്സ്. ഒന്നാമത്തേത് പറയുകയാണ്, ഗെറ്റ് അപ്പ്, എഴുന്നേൽക്കുക, ഗെറ്റ് അപ്പ്. രണ്ടാമത്തേത് പറയുകയാണ്, ടേക്ക് അപ്പ് യുവർ കോട്ട്, ടേക്ക് അപ്പ് യുവർ ബെഡ്, നിന്റെ കട്ടിലെടുക്കുക, നിന്റെ കിടക്കയെടുക്കുക, ആൻഡ് വാക്ക്. മൂന്നാമത്തേത് നടക്കുക. നോക്കൂ, എന്ത് ശക്തമായ വാക്കുകളാണത്, എന്ത് ശക്തമായ ആജ്ഞകളാണത്. ഇതാണ് യഥാർത്ഥത്തിൽ യേശു നമ്മളോട് ഓരോരുത്തരോടും പറഞ്ഞിരിക്കുന്നത്. ഒന്ന്, എഴുന്നേൽക്കുക. ഏതവസ്ഥയിലാണ് കിടക്കുന്നതെങ്കിലും അവിടെ നിന്ന് എഴുന്നേൽക്കുക. ഇത് നമ്മുടെ ഇപ്പോൾ എഴുന്നേൽക്കുക എന്ന് പറയുമ്പോൾ ഈ തളർവാദ രോഗി എഴുന്നേൽക്കുന്നത് സ്വന്തം സ്വാഭാവിക ശക്തി കൊണ്ടല്ല, അവൻ എഴുന്നേൽക്കുന്നത് യേശു കൊടുക്കുന്ന ശക്തി കൊണ്ടാണ്. അപ്പോൾ യേശുവിൻ്റെ വാക്കാണ് ആ ശക്തി, യേശുവിലുള്ള വിശ്വാസമാണ് ആ ശക്തി. യേശു പറയുകയാണ്, ഗെറ്റപ്പ്, എഴുന്നേൽക്കുക, നിന്റെ കിടക്കയെടുക്കുക. കിടക്കയെടുക്കുക എന്ന് പറഞ്ഞാൽ ഇത്രയും നാൾ നിന്നെ താങ്ങി നിർത്തിയതിൻ്റെ മേൽ നീ വിജയം നേടുക. ഇത്രയും നാൾ നിന്നെ താങ്ങി നിർത്തുന്നു എന്ന് നീ കരുതിയതിന് മുകളിലേക്ക് നീ വളരുക. നിന്റെ കിടക്കയെടുക്കുക എന്ന് പറഞ്ഞാൽ നീ ഇത്രയും നാൾ ഈ കട്ടിലിനെയാണ് ആശ്രയിച്ചത്. എന്നാൽ ഇനി ആ കട്ടിൽ നിനക്ക് നിഷ്പ്രയാസം എടുത്തുയർത്താവുന്ന
ഒരു ഭാരമില്ലാത്ത വസ്തുവായി മാറുകയാണ്. അതായത് ഡിപ്പെൻഡൻസുകളെ യേശു ഇല്ലാതാക്കുകയാണ്. എനിക്ക് ഒത്തിരി പറയാനുണ്ട് ഇതിനെക്കുറിച്ച്, പക്ഷേ സമയത്തിൻ്റെ പരിമിതി എന്നെ വിലക്കുന്നുണ്ട്. അതായത് ഡിപ്പെൻഡൻസി. നമ്മളൊക്കെ ജീവിച്ചു പോകുന്നത് ഏതൊക്കെയോ മനുഷ്യരുടെ കയ്യിൽ പിടിച്ച സുരക്ഷിതത്വത്തിലാണ്. പക്ഷേ സുവിശേഷം നമ്മെ വിളിക്കുന്നത് ആ വടി കളയാനാണ്, ആ കട്ടിൽ എടുക്കാനാണ്, ആ മുറിക്കകത്തു നിന്ന് പുറത്തു വരാനാണ്, ആ കൈവിടുവിച്ച് സ്വതന്ത്രമായി നടക്കാനാണ്. കൈപിടിച്ചും പിച്ച വെപ്പിച്ചും നമ്മളെ നടത്തുന്ന ഒരു കാലം സുവിശേഷം അവസാനിപ്പിക്കും. അപ്പോൾ അതുകൊണ്ട് കർത്താവ് പറയുകയാണ്, നീ എഴുന്നേൽക്കൂ, നീ കിടക്കുന്ന ആ കണ്ണീർ കുഴിയിൽ നിന്നും നീ എഴുന്നേൽക്കാൻ യേശു നിന്നെ വിളിക്കുകയാണ്. നീ എഴുന്നേൽക്കൂ. ഹാഗാറിനോട് പറയുന്നത് പോലെ നീ കരച്ചിൽ നിർത്തൂ. റാഹേലിനോട് പറയുന്നത് പോലെ നീ കരച്ചിൽ നിർത്തൂ. മഗ്ദലന മറിയത്തോട് ചോദിക്കുന്നത്, എന്തിനാണ് നീ കരയുന്നത്? എഴുന്നേൽക്കൂ, എഴുന്നേൽക്കൂ. ഈ അടിമത്വത്തിൽ നിന്ന്, ഈ പരാധീനതയിൽ നിന്ന്, ഈ നിരാശയിൽ നിന്ന്, ഈ ഡിപ്രഷനിൽ നിന്ന്, ഈ പ്രതീക്ഷയറ്റ സാഹചര്യത്തിൽ നിന്ന് നീ എഴുന്നേൽക്കുക. എഴുന്നേൽക്കുക എന്ന് നിന്നോട് പറയുന്നവൻ ഈ ലോകം സൃഷ്ടിച്ച ദൈവമാണ്. നിന്റെ കിടക്ക എടുക്കുക എന്നും നടക്കുക എന്നും നിന്നോട് ആജ്ഞാപിക്കുന്നവൻ നിന്നെ സൃഷ്ടിച്ച ദൈവമാണ്. ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ദുഃഖത്തിലും നിരാശയിലുമായിരിക്കുന്ന ആരൊക്കെയോ ഈ വചനം കേൾക്കുന്നുണ്ട് എന്നെനിക്കറിയാം. നിങ്ങളുടെ ജീവിതത്തിൽ ഇന്ന് 38 വർഷമായി തളർന്നു കിടന്നവൻ്റെ ആ നിസ്സഹായതയുടെ കുളക്കടവിലേക്ക് നടന്നെത്തി യേശു നടന്നു വരും എന്ന് വിശ്വാസത്തിൽ ഞാൻ കാണുകയാണ്, പ്രാർത്ഥിക്കുകയാണ്. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.